ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണെന്നറിയില്ല, എനിക്ക് വീഡിയോ എടുക്കാനും കഴിയണില്ല, ഇടാനും കഴിയണില്ല. എന്തൊക്കെയൊരു വെപ്രാളം തോന്നുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ ചാനലിന് കുറേ പരാതിയും കംപ്ലൈൻറ്റും വന്നിട്ടാണെന്നോ എനിക്കറിയില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ എങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യുന്നു എനിക്കറിയില്ല. ഞാൻ നല്ല അടിപൊളി ഓരോ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ട് നിങ്ങളിങ്ങനെ പരാതിയും പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് വീഡിയോ ഇടാനൊരു ഇൻട്രസ്റ്റ് കിട്ടണില്ല. അപ്പോൾ ഓരോട് എനിക്കൊന്നാ പറയാനുള്ളത്, നിങ്ങൾ ഈ പരാതി കൊഴിച്ച് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുക, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ഒഴിവാക്കിയാണ്ട് എവിടെയെങ്കിലും മൂലൊക്കെ പോയി കുത്തിർന്നോളൂ. എനിക്ക് എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കാനും ഇടാനും ഇൻട്രസ്റ്റ് ഇല്ല. ഏതായാലും നമ്മളെന്തായി എന്ത് ചെയ്യുക, നെയ്യപ്പം ഉണ്ടാക്കാനാണ് ഇന്ന് പോന്നിക്കണത്. നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിൻ്റെ ജാറാണ് എടുത്ത് കൊടുത്തുക്കണേ. അക്ഷരത്തെറ്റും വരികയാണ്. എന്താണെന്നറിയില്ല എനിക്ക് സംഭവിച്ചത്, ഏതോ ഒന്നും എനിക്ക് മനസ്സിലാവണില്ല. അപ്പം ഞാൻ മിക്സിൻ്റെ ജാർക്ക് അരിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇട്ട് കൊടുത്തു നല്ല ജീരകം. വെള്ളത്തിലിട്ട് കുതിർത്ത് ഊറ്റിയെടുത്തിട്ടുള്ള അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് ഊറ്റിയെടുത്താൽ പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത നല്ല ജീരകമാണ്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത ഒരു മുറി നാളികേരം ചിരകിയതാണ്, അതും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ചക്കരപ്പാനി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല. അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ല. അതേപോലെ ഉണ്ടാക്കിയാണ് നമ്മൾ അരിച്ച് കാണ്ട് തണുപ്പിച്ചിട്ട് പാരണം. ചൂടോട് കൂടി പാർന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ മിക്സിൻ്റെ ജാറാണ് കേട്ടത്. പിന്നെ എന്നെ പറഞ്ഞിട്ടോ ചീത്ത വിളിച്ചിട്ടോ യാതൊരു കാര്യവും ഉണ്ടാവില്ല. അപ്പോൾ ഏലക്കായ, പട്ട എന്നിവ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു ഇഞ്ചി കഷ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്താളെ, അപ്പോൾ അധികം നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ വീണ്ടും അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂറാണ് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് ഊറ്റിയെടുത്തിട്ടുള്ളത്, അരച്ചെടുത്തിട്ടുള്ളത്. എനിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തോന്നിയാണ് ഇന്ന് നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അതുകൊണ്ട് 1 മണിക്കൂർ ആയതുകൊണ്ട് ഇന്ത്യയിൽ ചെറിയ തരികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കണ്ട് കുതിർത്ത് എടുത്താൽ മതി. നിങ്ങൾക്ക് അടിപൊളി നെയ്യപ്പം ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കാണല്ലേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ. അപ്പോൾ ഞാനിവിടെ ഒരു കറുത്ത ചട്ടിയായിട്ട് എത്തിനാ വന്നത് എന്ന് ചോദിച്ചാൽ, കറുത്ത ചട്ടിയായിട്ട് വന്നിരിക്കുന്നത് കറുത്ത എള്ള് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി കറുത്ത എള്ള് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഈ മാവിലേക്കാണ് ഒഴിച്ചെടുക്കുക. മാവിൽ ഉപ്പുണ്ടോ മധുരം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്താൽ എൻ്റെ മാവിൽ നല്ലോണം മധുരവും ഉണ്ട്, ഉപ്പ് പാകത്തിനൊക്കെ ഉണ്ട്. അപ്പോൾ പഞ്ചാര കൊണ്ടും ചക്കര കൊണ്ടും കുറേ റെസിപ്പികൾ ഉണ്ടാക്കി അത്ര നല്ലതാണെന്നൊന്നും ഞാൻ പറയില്ല. ഷുഗർകാർക്കൊന്നും ഇത് പറ്റൂല. ഞങ്ങൾ എന്നും ഈ മധുര പലഹാരങ്ങൾ അല്ലെങ്കിലും എണ്ണയിലുള്ള കടി നമ്മൾ നോമ്പായ അവസാനം വരെ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊന്നും ഒന്നും ഉണ്ടാക്കിയാൽ അസുഖമാണ് വരും നമുക്ക്. ഈ നോമ്പ് 1 മാസം നമുക്ക് വയറുവേദനയും വയറിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാനുള്ള കാരണം തന്നെ എന്താണ്, നിൽക്ക് ഉണ്ടാവാനുള്ള കാരണം തന്നെ അതാണ്. അപ്പോൾ നമുക്ക് ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ആ മാവിന്ന് എടുത്ത് കോരിയാണ്ട് ഒഴിച്ച് വെക്കുക. കോരി ഒഴിച്ചിട്ട് നന്നാകണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, മാവിലേക്ക് കുറച്ച് മൈദപ്പൊടിയാണ് എടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് അങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മാവിനെ അങ്ങോട്ട് കുറുക്കിയെടുക്കുക. എന്നിട്ട് അപ്പുറം ഇപ്പുറം മറിച്ചും തിരിച്ചിട്ടൊക്കെ വേവിച്ചെടുത്താൽ മുണ്ടല്ല വെന്തുക്കണോ നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടോ, അതിൻ്റെ മാവ് ആദ്യത്തെ നെയ്യപ്പം ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നട്ടപ്പിരാന്ന് പിടിച്ചാണ് ആ മാവ് നമ്മൾ ഒഴിവാക്കുകയല്ല വേണ്ടത്. ആമലേ കച്ചറ ഉണ്ടാക്കല് വലിയ ഓരോ അലമ്പ് കേസുകൾ കണ്ടില്ലേ. ഉണ്ടല്ലോ, ഈ റൂമിൽ നിന്ന് പോയി തരുമോ അമലേ ഞാൻ ശാന്ത രൂപത്ത് പറയണ ഈ റൂമിൽ നിന്ന് പോയിക്കാ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ അപ്പുറത്ത് പോയാൽ എൻ്റെ പിന്നാലെ അതിൽ അങ്ങോട്ട് പോരും. ഞാൻ ഇപ്പുറത്ത് പോയാൽ എൻ്റെ പിന്നാലെ എങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ കണ്ടോ, നെയ്യപ്പം ഉണ്ടാക്കണ റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മൈദപ്പൊടിയാണ് മുന്നിക്ക് കൊണ്ടുവരിക. മുന്നിക്ക് കൊണ്ടുവന്ന് വെച്ചാൽ കുറച്ച് പൊടിയാണ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാക്കി എടുക്കാൻ നോക്കുക. അല്ല, നന്നാകാത്ത മാവ് നമ്മൾ ഒഴിവാക്കിയിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെയെങ്കിലും ഈ മാവിനെ നന്നാക്കാമെന്ന് വിചാരിച്ച് ഞാൻ മൈദപ്പൊടിയാണ് ഇട്ട് ഇളക്കിയാണ് യോജിപ്പിച്ചു. വേറെ നിവൃത്തിയില്ല. ഇനി അഥവാ പൊടി ഏറിയിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പച്ചവെള്ളം ചേർത്ത് കണ്ടൊക്കെ ഇളക്കി യോജിപ്പിച്ച് ചൂട് നന്നാവോളം ചുട്ടെടുക്കുക. അപ്പോൾ നന്നായി കിട്ടും. അപ്പോൾ ഞാനിതിന് മുമ്പ് കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇതിലേറെ സൂപ്പറേനി. അപ്പോൾ നന്നാകാത്തൊരു വീഡിയോ എങ്ങനെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാട്ടി തന്നത്. നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. 25 രാവിലേക്കല്ലേ വരുന്നത്. എല്ലാവരും നെയ്യപ്പം ഉണ്ടാക്കിക്കോളി. അപ്പോൾ ഈ നോമ്പിന് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒറ്റ നെയ്യപ്പം കിട്ടിയ നല്ല ടേസ്റ്റി. കാരണം ഇതുവരെ നമ്മൾ ചിക്കൻ റോള്, കട്ട്ലേറ്റ്, സമൂസ എന്നിവയൊക്കെ തിന്നുകൊണ്ട് നമുക്ക് മധുരത്തിന് ഒരു ആഗ്രഹമില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മധുരത്തിന് കുട്ടികളെ ഒച്ച ഉണ്ടാക്കല്ല മാനെ, ലഹള ഉണ്ടാക്കല്ലേ മുണ്ടല്ലേ. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യല്ല, വീഡിയോ എഡിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് പറയാം. അല്ലാത്തവർ
വ്ളോഗാണ് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ എൻ്റെ വ്ളോഗ് നിങ്ങൾ കണ്ടു നോക്കി പുതിയത് വരുന്ന ആളുകളോട് എനിക്ക് പറയാമല്ലേ. അപ്പോൾ വ്ളോഗും ചെയ്ത് നോക്കുക. ഇവിടെ എപ്പോഴും കുട്ടികളുടെ ലഹള എൻ്റെ വീഡിയോയിൽ പതിവാണെന്ന് ഞാൻ എന്നും നിങ്ങളോട് പറയാറുണ്ട്. കുട്ടികളുടെ വീടാണ്, അപ്പോൾ കുട്ടികളുടെ ലഹള വീഡിയോയിൽ ഉണ്ടാകലുണ്ട്. അപ്പോൾ ഞാൻ ഇവരൊക്കെ ഉറങ്ങിയിട്ട് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഉറങ്ങിയ സമയത്ത് നമ്മൾ ഉറക്കമൊഴിച്ചാണ്ട് വോയിസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ എനിക്ക് ഉറക്കമൊഴിച്ചാണ്ട് വോയിസ് കൊടുക്കാൻ്റെ അവസ്ഥയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉറക്കമൊന്നും ഒഴിച്ചാതെ ഇല്ല സമയം കൊണ്ട് ഇല്ല വോയിസ് കൊടുക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഞാൻ വലിച്ചു നീട്ടുകയാണോ ഇതെന്ന് ചോദിക്കുന്നുണ്ടാവും, എല്ലാവരും മനസ്സ് കരുതുന്നുണ്ടാവും. നീട്ടുകയാണോ എന്ന് ചോദിക്കുന്നുണ്ടാവും. വലിച്ചു നീട്ടുമെന്നല്ല, ഞാൻ എടുത്ത വീഡിയോക്കാണ് വോയിസ് കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ ലഹള അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള ടൈം ആയിക്കണ്. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അപകടങ്ങൾ അവരുണ്ടാക്കി വെക്കും. കാരണം എന്താ വെച്ചാൽ മൊബൈൽ കിട്ടാൻ വേണ്ടി പല അക്രമങ്ങളും വെറുതെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. സ്റ്റൂൾ എടുത്തെറിയുക, കസാല എടുത്തെറിയുക, അങ്ങനെ പലതും എറിയ തുടങ്ങിയാൽ പിന്നെ നമ്മളാണ് മൊബൈൽ കൊടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓല അതൊക്കെ ചെയ്യണത്. അത് അങ്ങനത്തെ വാശികളൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. എന്താണ് അമീനെ വാശി കൂടാൻ പാടില്ല എന്ന് എന്നോട് എത്ര വട്ടം പറയണേ. എനിക്ക് മൊബൈലിന് വേണ്ടിയിട്ടല്ലേ ഈ വാശി പിടിച്ചിട്ടത്. ഞാൻ എൻ്റെ വീഡിയോ ഒന്നുപോലും അപ്ലോഡ് ചെയ്യാൻ സമ്മതിക്കണില്ലല്ലോ. സ്കൂൾ തുറക്കോളം എന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ചായക്കൂല. ഇതാണ് അവസ്ഥ. എന്താ മോനെ നീ അയക്കാത്തത്? നിനക്ക് പൈസ വേണ്ട? അവനക്കൊന്നും വേണ്ട, പൈസയും വേണ്ട, ഒന്നും വേണ്ട. അവൻ അങ്ങനെ നടക്കുന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് പുറത്തിറങ്ങാനും പറ്റില്ല. ചൂടായത് കാരണത്താൽ പെരും ചൂടാണ് പുറത്ത്. പിന്നെ നോമ്പുമാണ്. നോമ്പ് ഒറ്റ കുട്ടികളുണ്ട്, നോമ്പ് നോൽക്കാത്ത കുട്ടികളുണ്ട്. എന്നാലും ചൂടായതുകൊണ്ട് നോറ്റ കുട്ടികളെ എന്തായാലും പുറത്ത് വിടാൻ പറ്റില്ല. പിന്നെ നോമ്പ് നോക്കാത്ത കുട്ടികളും ഏതാണ്ട് നോമ്പ് നോറ്റ കുട്ടികളൊപ്പമാണ് അവർ കളിക്കാറുള്ളത്. അപ്പോൾ അവരും പുറത്തിറങ്ങാറില്ല, മറ്റുപോലെ ഇറങ്ങാത്തതുകൊണ്ട്. അങ്ങനെയാണ് ഇവിടെ വീടിൻ്റെ ഉള്ളിൽ പരിസരത്ത് അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെന്താണ്, എനിക്കെന്താ അറിയില്ല. അതിന് മുമ്പ് ഇങ്ങനെ നല്ല ഇനി വീഡിയോ എടുക്കുമ്പോൾ ഉറക്കം വരിക, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഉറക്കം വരിക, വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ഉറക്കം വരിക. എന്താണെന്നറിയില്ല, എനിക്കെന്തോന്ന് പറ്റിയിരിക്കണ ഏതെങ്കിലും സംഭവം എനിക്കെന്താണെന്ന് മനസ്സിലാവണില്ല. ഏതെങ്കിലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അതിൽ നമുക്ക് കാണാം. എന്തോ ഒരു പ്രശ്നം വെച്ചാൽ എന്താണെന്നറിയില്ല, എനിക്കറിയില്ല. എന്തോ ഒരു പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നാരെയാണ് അയാളെ കുത്തിർന്ന് പിരാകിയത് എനിക്ക് മനസ്സിലാവണില്ല. എൻ്റെ വീഡിയോ എന്താ ഇങ്ങനെയൊക്കെ. എൻ്റെ നെയ്യപ്പം പോലും നല്ല നെയ്യപ്പം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിനെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റ്, ഇനി അടിപൊളിയേനി. എനിക്കറിയില്ല, ഞാൻ ഇതൊരു 10,000 വട്ടം ഈ വോയിസ് കൊടുക്കാൻ വേണ്ടിയാണ്ട് ശ്രമിച്ചു കേട്ടോ. എന്നിട്ടാണ് ഈ ഒരു കോലത്തിലെങ്കിലും ഈ വോയിസ് ഇങ്ങോട്ട് അവതരിപ്പിച്ച് കണ്ട് ലെവലാക്കി കൊണ്ടുവന്നത്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും എനിക്ക് ഒരിക്കൽ കൂടി നന്ദിയാണ് പറയാനുള്ളത് ഈ അവസരത്തിൽ. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതൊന്ന് പൊളിച്ചെടുത്ത് കണ്ട് ആ വീഡിയോയും കൂടി കാട്ടി തന്നുകാണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പാക്കി പോകും. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നോട് സഹകരിച്ച് എൻ്റെ എല്ലാ പൊന്നു കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. പിന്നെ ലൈക്ക് അടിച്ചവർക്കും കമൻ്റ് ഇട്ടവർക്കും ഷെയർ ചെയ്തവർക്കും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും മുന്നിലും ഈ നെയ്യപ്പത്തിൻ്റെ വീഡിയോ സമർപ്പിക്കുകയാണ്. കണ്ടില്ലേ, നല്ലൊരു നെയ്യപ്പമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെന്താണ് വർത്താനം, എല്ലാവർക്കും സുഖമല്ല. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരും. കുക്കിങ്ങിൻ്റെ വീഡിയോ ആണോ വ്ളോഗിൻ്റെ വീഡിയോ ആണോ വേണ്ടിയത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ പറഞ്ഞില്ലേ, അത്ര തന്നെ ഉള്ളൂ. നല്ല അടിപൊളി നെയ്യപ്പം അല്ലേ, കാണാൻ തന്നെ നല്ല ചുരുക്കില്ലേ. ഇതാണ് ലുക്ക് നെയ്യപ്പം, ഒന്നൊന്നര ലുക്കാണ് മക്കളെ. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണത്. വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തേങ്ങ. എന്താണ് ആ പാട്ടിൻ്റെ പേര്? തേങ്ങയാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഓല് കുട്ടികൾ കാണലുണ്ട്. ഞാൻ പിന്നെ അടിയിലൊക്കെ ഒന്ന് പോയി കണ്ടോ. എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓല എന്താണ് പറയുന്നത് എനിക്കും അറിയില്ല. ആ വീഡിയോ ഞാൻ കാണുന്നുണ്ട്. അമാനാവൊന്നും ഇതീ പറയാൻ പറ്റില്ല കേട്ടോ. എൻ്റെ നല്ലൊരു ചാനലിൽ കൊണ്ടുപോയാണ് എൻ്റെ അതൊന്നും പറയാൻ പാടില്ല. ഇതിൽ എൻ്റെ ചാനലിലാവൊന്നും പറയാൻ പാടില്ല. എൻ്റെ ചാനൽ നീറ്റായിട്ടുള്ള ചാനൽ. ആമീനെ തേങ്ങ പറഞ്ഞ അങ്ങനെ പറയരുത്. മാങ്ങയല്ല തേങ്ങ.